ഞാനൊരു പപ്സ് ഫാനേ അല്ലാട്ടോ. പക്ഷേ ഈ ചിക്കൻ ലെഗ് പപ്സ് ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു ഫിലിം പ്രൊമോഷന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വൈകിപ്പോയി ഉണ്ടാക്കാൻ. കുറച്ചുകൂടെ മുന്നേ ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പപ്സ് ഉണ്ടാക്കാൻ ചിക്കൻ ലെഗ് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ വെച്ചോ ടവൽ വെച്ചോ ചിക്കനിലെ വെള്ളം ഒപ്പിയെടുക്കാം. അതിനുശേഷം ലെഗ് ഒന്ന് വരഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് നന്നായി മസാല പുരട്ടി ചിക്കനിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കി അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണ്ട. ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി പപ്സിനുള്ള മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ടി 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, 3 വെളുത്തുള്ളി അല്ലി, 1 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എല്ലാം ചേർത്ത് അരച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സവാള വഴറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചെടുത്തിട്ടാണ് ഞാൻ സവാള വഴറ്റുന്നത്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ അരച്ചു വെച്ച മസാല ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് സവാള വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറിയ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ സോയ സോസും ആണ്. അതും ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ പഫ്സിനുള്ള മസാല റെഡിയായി. ഇനി വേണ്ടത് പഫ് ഷീറ്റ് ആണ്. പഫ് ഷീറ്റ് ഞാൻ ചെറുതായി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ലെഗ് ഒന്ന് വലുതാണ്. ചെറിയ ലെഗ് ആണെങ്കിൽ പരത്തണ്ട കേട്ടോ. പഫ് ഷീറ്റ് പരത്തിയതിനു ശേഷം മസാല നടുക്ക് വെച്ച് അതിന്റെ നടുവിൽ ചിക്കൻ ലെഗ് വെച്ച് 4 ഭാഗത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഫോൾഡ് ചെയ്യാൻ. അങ്ങനെ ഓരോ ചിക്കൻ ലെഗും നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ചിക്കൻ ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി വെക്കാം. ഞാൻ ലെഗിന്റെ അടിവശം അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് പൊതിയുന്നുണ്ട്. കാണാൻ ഭംഗിക്കും പിടിക്കാൻ സൗകര്യത്തിനും വേണ്ടിയാണ് കേട്ടോ. ചിക്കൻ ലെഗ്സ് എല്ലാം ട്രേയിൽ വെച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഫോൾഡ് ചെയ്ത ലെഗ്സിന്റെ മുകളിലെല്ലാം പുരട്ടി കൊടുക്കണം. ബേക്ക് ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ 25 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ ലെഗ് പപ്സ് റെഡിയായി. അപ്പോൾ വേഗം ചിക്കൻ പപ്സ് ഉണ്ടായിക്കോളൂ കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഭംഗി മാത്രമല്ല നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.